ഈ കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ മുന്നണികൾ ഈ കർഷകരെയൊക്കെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യം അതെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ്. കർഷക സ്നേഹമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിക്കുമെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് കർഷകരെ കൈയൊഴിയുന്ന ഒരു സ്വഭാവമാണ് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കുമുള്ളത്. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു കാർഷിക സംസ്ഥാനമായിരുന്നു. നമുക്കറിയാമല്ലോ, കുട്ടനാടും പാലക്കാടും ഒക്കെ അടങ്ങുന്ന വളരെയധികം കർഷകരുള്ള ഭാരതത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരു സംസ്ഥാനം എങ്ങനെയൊരു ഉപഭോഗ സംസ്ഥാനമായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരോടുള്ള അങ്ങേയറ്റത്തെ മോശം സമീപനം ഇടത് വലത് മുന്നണികൾക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൽ അണപൊട്ടുകയാണ്. നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് മുക്കം നഗരസഭയ്ക്കെതിരെ തുറന്ന പോരിനൊരുങ്ങുകയാണ് പ്രദേശവാസികളായിട്ടുള്ള കർഷകർ. കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഈ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് മുക്കത്ത് കർഷകരുടെ തീരുമാനം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. ശിവദാസ് കന്മനം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ശിവദാസ്, ഈ കർഷക സ്നേഹമൊക്കെ കടലാസിലും പ്രസംഗത്തിലും മാത്രമേ ഉള്ളൂ. അങ്ങ് ഡൽഹിയിൽ കുറെ കർഷകർ സമരം ചെയ്തു എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രശ്നമുണ്ടാക്കിയ ആളുകളാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ. പക്ഷേ കേരളത്തിൽ കർഷക ആത്മഹത്യ നടക്കുന്നുണ്ട്. വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെയുള്ള കർഷകന്റെ ജീവിതം ദുരിതത്തിലാണ്. പാലക്കാട്, നമ്മുടെ നെല്ലറയെന്ന് പറയുന്ന പാലക്കാട്ട് കർഷകർ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ്. കുട്ടനാട്ടിലെ സാഹചര്യങ്ങൾ സമാനമല്ല. ഇപ്പോഴും മുക്കത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയാണോ കർഷകർ? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കുട്ടനാട്ടിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും അടക്കം നിരവധി കർഷകർ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും ഉള്ളത്. കോഴിക്കോട് പ്രത്യേകിച്ച് മുക്കം എന്ന് പറയുന്നത് ഒരു മലയോര മേഖലയാണ്. കോടഞ്ചേരി പഞ്ചായത്തും കൂടരഞ്ഞി അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നവും പ്രതിഷേധവും കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി മുക്കത്തുള്ള കർഷകർ കാട്ടുപന്നി ശല്യം ആരോപിച്ച് പ്രതിഷേധത്തിലായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടലും മുക്കം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാറി മാറി ഇടത് വലത് മുന്നണികളാണ് ഈ നഗരസഭ ഭരിച്ചിരുന്നത്. നിലവിൽ ഇടത് മുന്നണിയാണ് ഭരിക്കുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായി തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക്, നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഇടപെടലും ഇല്ലാത്തതിൽ വലിയൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ കർഷകർ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെ പ്രചാരണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ കർഷകർക്ക് വേണ്ടി അനുകൂലമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സർക്കാർ ഇടപെടേണ്ട, തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങൾ ഇടപെടേണ്ട വിഷയത്തിൽ അവർ ഇടപെടാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയിലായിട്ടുണ്ട് ഇവരുടെ ജീവിതം. പ്രത്യേകിച്ച് മുക്കം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര മേഖലയാണ്. ഇവിടെ നിരവധി കർഷകർ ജീവിക്കുന്നുണ്ട്. റബ്ബർ കൃഷിയും അതോടൊപ്പം തന്നെ വാഴക്കൃഷിയും മറ്റ് നെല്ലും തെങ്ങും അടക്കമുള്ള കൃഷി ചെയ്തുകൊണ്ട് ഉപജീവന മാർഗമായി നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്നത്. പക്ഷേ വർഷങ്ങളായി കാട്ടുപന്നി ശല്യം, അതോടൊപ്പം തന്നെ മറ്റു വന്യമൃഗങ്ങൾ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. പലപ്പോഴും നിരവധി കർഷകരുടെ കാർഷിക വൃത്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ പോലും ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നില്ല. നിലവിലുള്ള കർഷകരെ പോലും സംരക്ഷിക്കാൻ നിലവിലുള്ള ഭരണസമിതികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർഷകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതും നിലവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നതും. ആദ്യഘട്ടത്തിൽ 5 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സംഘടനകളെ, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളെയും കലാ സാംസ്കാരിക മേഖലയിൽ അടക്കം പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളെയും ക്ലബ്ബുകളെയും എല്ലാം തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വതന്ത്രമായ പ്രചാരണത്തിനിറങ്ങി കളം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് കർഷകർ ഉള്ളത്. കാരണം അവർ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അവർക്ക് കൃത്യമായൊരു നടപടികളൊന്നും, അവർക്ക് അനുകൂലമായ നടപടികളൊന്നും തന്നെ ഈ അതായത് മുക്കത്ത് കർഷകർ ഇപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ്. അവർക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയക്കാരിങ്ങനെ എത്തുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടത് വലത് മുന്നണികൾ. കർഷക സ്നേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാകുന്നു, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ കർഷകന്റെ പേരിൽ സംസാരിക്കും. പക്ഷേ ഇവിടെ കർഷക ആത്മഹത്യ ഇടുക്കി ജില്ലയിലും വയനാട്ടിലുമൊക്കെ നടക്കുന്നുണ്ട്. അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മുക്കത്തെ കർഷകർ ഇതാ സ്വന്തം സ്ഥാനാർത്ഥികളെ, രാഷ്ട്രീയത്തിന് അതീതമായി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ഇടത് വലത് മുന്നണികളെ വെല്ലുവിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശിവദാസാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് കോഴിക്കോട് നിന്ന് നൽകിയത്.